ഇപ്പൊ ഞാനൊരു വീഡിയോയില് അഞ്ജൂസ് പറയുന്നത് കേട്ടതാ, നിങ്ങൾ എത്ര നാളെ റിലേഷൻഷിപ്പ് ആയിട്ടെന്ന് വെച്ചപ്പോ 6 മാസമായി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു? അല്ല, ഈ കല്യാണ പ്രാങ്കിന്റെ ഇടയിൽ ഒരു വീഡിയോ ആണ് അത്. ഞാന് കുറച്ച് ദിവസമാണ് 6 മാസമായി. അല്ല, ശ്രീലക്ഷ്മി പറഞ്ഞത് അധികമായില്ല പറഞ്ഞത്. അല്ല, ശരിക്കും നിങ്ങള് എങ്ങനെ പരിചയപ്പെട്ടത്? അലനും കൂടെ ഒരു ദിവസമായിരുന്നു ഒരു ചാനലിന്റെ ഇന്റർവ്യൂ. അന്നാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടത്. എനിക്ക് ശരിക്കും ഓർമ്മയില്ല, അടുത്താണ്. അപ്പം ഫെയിം സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ചാനലില് എന്റെ ഇന്റർവ്യൂ അന്നായിരുന്നു, എന്റെ കഴിഞ്ഞിട്ടായിരുന്നു ഇവന്. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോ ഇവൻ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഹായ് അലനെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് മിണ്ടി. അങ്ങനെ പരിചയപ്പെട്ടയാണ്. അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഇടപ്പള്ളി ഒരു ദിവസം ഒരു ചെറിയ റീൽ എടുക്കാൻ ഇവൻ എന്നെ വിളിച്ചിട്ട്, ഞാൻ അങ്ങനെ കുറെ പ്രാവശ്യം വിളിച്ചു, പക്ഷെ എനിക്ക് സമയമില്ല, ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് ചായയൊക്കെ കുടിച്ച് നിന്നിട്ട് ഞങ്ങൾ ആ ചായ കുടിച്ചോണ്ട് നിന്നപ്പോ തീരുമാനിച്ചതാ ചായയുടെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കര ട്രോളും ചായ കുടിച്ചെന്ന് പറഞ്ഞ സാധനം പറഞ്ഞപ്പോഴേ ഇല്ല, ചായ കുടിച്ചിട്ട് പരിചയപ്പെടാം, പക്ഷെ അതൊക്കെ എടുത്ത് അതൊക്കെ പറഞ്ഞ അല്ല. ഒരു ചായക്കടയിൽ പോയിട്ട് ചായയും കുടിച്ച് നിന്നപ്പം വന്ന ഒരു ഇതാണ്. പൊതുവെ ഈ മീറ്റ് ചെയ്യണ മുന്നേ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ എന്തായാലും അഞ്ജൂസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് മീറ്റിംഗിന് മുന്നുള്ള ഇംപ്രഷനും ആഫ്റ്റർ മീറ്റിംഗിനും ശേഷമുള്ള ഇംപ്രഷൻ. അന്നേരം എനിക്ക് അലൻ ഇങ്ങനെ തന്നെയാണ്, ഇന്നും എനിക്ക് അലൻ ഇങ്ങനെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഇതുവരെ എന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗ് ചെയ്യുന്ന പേഴ്സണലി അറിയില്ല, എല്ലാം കേട്ടറിവ്. ഇല്ല, അലന്റെ വീഡിയോ കാണുമ്പോൾ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ചെക്ക ഒരു പാവമല്ലേ, അത് എന്തൊക്കെയോ കാണിക്കുന്നത്, അങ്ങനെ എന്തിനാ ഇങ്ങനെ ആൾക്കാർ പറയുന്നത്, അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ളൂ. എനിക്ക് അന്നും ഇന്നും ഒരുപോലെ തന്നെ അലൻ. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. കാരണം നമ്മൾക്കെതിരെ ഒരുപാട് പരാമർശങ്ങൾ നടക്കാറുണ്ട്. അതല്ലല്ലോ പേഴ്സണൽ ഞാൻ എത്ര പെൺകുട്ടികളോടെ കറങ്ങാൻ പോകുന്നുള്ള മാറ്റർ അല്ലല്ലോ. നമുക്കൂടെ ഒരു വർക്ക് ചെയ്യാന്നുള്ളത് അതൊരു നല്ലൊരു കാര്യമായിട്ട് കണ്ടു വന്നല്ലോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് എന്ത് വൈറൽ കണ്ടന്റ് എന്ന രീതിയിൽ പല കണ്ടന്റും വരാറുണ്ട്. പക്ഷേ ഇതിൽ പറയാനുള്ള മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബർ എതിരെയല്ല, എനിക്കൊരു എന്താ പറയാ മനസ്സിലായിട്ട് സങ്കടം. പുള്ളി ഇവിടെ കണ്ടന്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ പ്രപ്പോസൽ പ്രാങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അപ്പോൾ അത് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തന്നു. ആ ഒരു എന്താ പറയാ ഒറിജിനൽ കല്യാണമല്ലല്ലോ, എന്താ പറയാ മാരേജ് ഫോട്ടോഷൂട്ടാണല്ലോ. പിന്നെ ക്യാമറമാനെ സെറ്റ് ചെയ്യാൻ ഒരു സാവകാശമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു രീതി ഇപ്പോഴത്തെ വന്ന രീതിയിൽ പബ്ലിഷ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞല്ലോ പ്രാങ്ക് ചെയ്തപ്പോ വിഷമം വന്നു. ഇപ്പൊ പലപ്പോഴായിട്ട് അല്ലെങ്കിൽ വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ അതിന് ചെയ്യുന്ന ഒരു കാര്യവും ട്രോളിനുള്ള ഒരു ചാൻസ് കൊടുത്താൽ അല്ലെങ്കിൽ പ്രാങ്ക്സ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇങ്ങനെ വിഷമുണ്ടെങ്കിൽ എന്തിനാ പലപ്പോഴും നിന്ന് കൊടുക്കേണ്ട ആവശ്യം എന്താണുള്ളത്? അത് പക്ഷേ എന്ന് പറഞ്ഞാ എന്നെ പലപ്പോഴും ഇപ്പൊ അതിനെ പൊക്കി പറയണമെന്ന് എപ്പോഴും പറയും. പക്ഷെ ലേഡീസ് എന്നെ കാണാൻ മാർക്കില്ല എന്നൊരു ടോക്ക് ഉണ്ട്. പലപ്പോഴും ഞാൻ ബോയ്സിനെപ്പോഴും സഹവാസം കൂട്ടും. പിന്നെ നമ്മള് വലിയൊരു എന്താ പറയാ ഭ്രമമില്ല. ഒരു ഫാന്റസിയോ അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ക്രഷ് അടിക്കുന്ന അവൾ ക്രഷാണെന്ന് പറയുന്ന സംഭവം എനിക്കില്ല. പക്ഷേ നമ്മളെ പെട്ടെന്ന് യാദർശികമായിട്ട് കാണുന്ന പല പെൺകുട്ടികളും എൻ്റെ കൈ പിടിച്ച് വലിക്കാറുണ്ട്. പിന്നെ ഒരു നടീനെ ഞാൻ കെട്ടിപ്പിടിക്കേണ്ട ദിവസം വന്നിട്ടുണ്ട്. അത് സത്യമാണ്. അതൊക്കെ സത്യമാണ്. ചോദിച്ചത് വേറെന്തോ അല്ലായിരുന്നോ? പറയുന്ന മൊത്തം പെണ്ണ്. അതെന്താ അങ്ങനെ? ചോദ്യം വേറെ ആയിരുന്നു. ചോദ്യം വേറെ. നീ സംസാരിച്ചു വരുന്ന പെണ്ണ് വിഷയം. ഞാൻ ചോദിച്ചത് ഇപ്പൊ പ്രാങ്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കൊറേ ഡാൻസ് വീഡിയോസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നീ പറയാറുണ്ട് ഇടക്ക് മീഡിയക്കാര് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ മലവാളന്റെ കേസ് പറഞ്ഞു അങ്ങനെ പ്രാങ്ക് ചെയ്യിപ്പിച്ചു മറ്റുള്ളവർക്കൊരു അടി ഇത് വന്നപ്പോ ഞാൻ അതല്ല ചോദിക്കരുത്. ഇത്ര വിഷമായി അല്ലെങ്കിൽ നിനക്കങ്ങനെ ചെയ്യാൻ ആ ഒരു വിഷമല്ല ചേച്ചി. അത് ഞാൻ പറയാം. കറക്റ്റായിട്ട് എനിക്ക് ഫിനാൻഷ്യലി സെറ്റിൽ ആകത്തുള്ള മാരേജിലേക്ക് ഞാൻ ചിന്തിക്കാത്ത, അല്ലാണ്ട് എനിക്ക് ബേസിക്കലി എന്റെ ഒരു കസിൻ മാരേജിന്റെ കാര്യമൊന്നും ചോദിച്ചില്ല. എന്നാലും ഞാൻ പറഞ്ഞ ഫിനാൻഷ്യലി വലിയൊരു
സെറ്റിൽ ആകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇൻവോൾവ്മെന്റ് ചെയ്യാത്തത് അതില്. അല്ലാണ്ട് ആ വിഷമം ആൾക്കാരൊക്കെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുന്നുണ്ട്. ഫോട്ടോപ്പിക്ക് വിടാം നമുക്ക്. ഞാൻ ചോദിച്ചത് ഇത്ര വിഷമം ഉണ്ടെങ്കിൽ എന്തിനാണ് വിഷമം പിന്നെ ചോദിക്കും. മനസ്സിലായി എന്താ വിഷമം ചോദിക്കും? മനസ്സിലായില്ലേ? ടോപ്പിക് വിടാം. വിഷമത്തിന്റെ ടോപ്പിക് വിടാം. എല്ലാത്തിലും ഇത് തന്നെ പറയണത്. വിഷമം എന്ന് പറഞ്ഞാൽ അതല്ലേ ടോപ്പിക്. വേറെ എന്താ വിഷമം? എനിക്ക് ഇപ്പോഴും നല്ലതാണ്. പക്ഷെ അവനെന്തോ സംസാരിച്ചിരുന്നു. അവൻ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവന് ചിലപ്പോ അവന്റെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടായിരിക്കും അവന് വീണ്ടും വീണ്ടും അങ്ങനെ ഒരു സംസാരം വരേണ്ടി വരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും കാണും, അതായിരിക്കും. അല്ലാതെ സംഭവമുണ്ട്. അവനെന്തോ ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കഴിഞ്ഞ ദിവസം എന്തോ പല ചാനലിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അതാണ് പെട്ടെന്ന് അവന് വേറൊരു മൈൻഡിലേക്ക് കയറി പോകും. സംസാരിക്കുന്ന വിഷയമല്ലേ ഇപ്പൊ. അതെ.